ഉരുട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിലെ ബസ്സിലെ ജീവനക്കാരിയായിരുന്ന ജയശ്രീക്കെതിരായി സ്കൂൾ മാനേജ്മെൻറ്റിലെ ചിലർ നടത്തിയ ജാതീയമായ അധിക്ഷേപവും അതുപോലെ തന്നെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള വർത്തമാനവും വലിയ ഞെട്ടലാണ് കേരളീയ സമൂഹത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ജയശ്രീയെ വീട്ടിൽ സന്ദർശിച്ച് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയത്. നവോത്ഥാനത്തിൻ്റെ വലിയ പോരാട്ടം നടന്ന ചരിത്ര പൈതൃകമുള്ള മണ്ണാണ് ഊരുട്ടമ്പലത്തിൻ്റെ. വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു തലമുറയ്ക്ക് പള്ളിക്കൂടത്തിൽ പഠിക്കാനും വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള നിരവധിയായ പോരാട്ടങ്ങളുടെ സമര പൈതൃകം ഈ മണ്ണിലുണ്ട്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഊരുട്ടമ്പലത്തെ സർക്കാർ വിദ്യാലയത്തിന് പഞ്ചമിയുടെ പേര് നൽകിയത് ആ നവോത്ഥാന പോരാട്ടങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആ പൈതൃക സമരങ്ങളുടെ ഓർമ്മയുള്ള മണ്ണിലാണ് പഞ്ചമിയുടെ 4ാം തലമുറയിൽപ്പെട്ട ജയശ്രീ എന്ന ദളിത് യുവതിക്ക് നേരെ വ്യക്തിപരമായ അധിക്ഷേപവും ജാതീയപരമായ പരാമർശവും ഒരു സ്കൂൾ മാനേജ്മെൻറ്റിലെ ചിലർ നടത്തിയത്. ശരീരത്തിൻ്റെ ദുർഗന്ധം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് മാനേജ്മെൻറ്റിലെയും അധ്യാപകരുടെയും ചില ആളുകൾക്ക് തോന്നുന്നത് ജയശ്രീ എന്ന യുവതി ദളിത് വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ടാണ്. അത്തരം മനോഭാവം വച്ചുപുലർത്തുന്ന ആളുകൾക്കെതിരായി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിലെ ഗവൺമെൻറ് ഈ സരസ്വതി വിദ്യാലയത്തിനെതിരായിട്ടുള്ള ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തിയ ആ സ്കൂളിനെതിരായിട്ടുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. ഈ വ്യക്തിപരമായ അധിക്ഷേപത്തിന് നേതൃത്വം കൊടുത്ത അധ്യാപകനെതിരായിട്ടും നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒരു വ്യക്തിയെയും ജാതീയമായ വേർതിരിവോടുകൂടി മാറ്റി നിർത്തുന്ന ശ്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ആ ഒരു നിലപാടുമായി മുന്നോട്ട് പോയ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരായി ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെടുകയാണ്.